Hi friends, recently I solar panel seriously connect അതോ പാരലൽ കണക്ട് ചെയ്യണോ എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എന്ന് പറയുന്നത് ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളുടെ സോളാർ പവർ പ്ലാന്റിൽ പരമാവധി 3 പാനലേ ഉള്ളൂ അല്ലെങ്കിൽ മാക്സിമം 4 പാനലേ ഉള്ളൂ എങ്കിൽ അതിൽ കൂടുതലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാനലുകൾ പാരലൽ കണക്ഷനിൽ കൊടുത്താൽ നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ കാരണമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് പാനലുകളുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഈ പാരലൽ സർക്യൂട്ട് സഹായിക്കുകയും അതുവഴി വൈദ്യുതിയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ആ ഒരു എഫിഷ്യൻസിയുടെ ഇൻക്രീസ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഷെയ്ഡ് വരുമ്പോഴുള്ള ഒരു അഡീഷണൽ പെർഫോമൻസും അതിനെ നേരിടാനുള്ള കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയും കൂടി അവിടെ കൂടുന്നതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു ആർഗ്യുമെൻറ്റിനെ ഖണ്ഡിച്ചുകൊണ്ട് 1-2 ആൾക്കാർ രംഗത്ത് വന്നിരുന്നു. അവർ പ്രധാനമായിട്ടും ഉയർത്തിയിരുന്ന 2 വാദങ്ങളാണ്. ഈ 2 വാദങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം പകൽ സമയത്ത് ഏകദേശം ഒരു 6-6:30 അല്ലെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡേ ലൈറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡേ ലൈറ്റിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള പാനലുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മഴക്കാലത്താണെന്നുണ്ടെങ്കിലും സൂര്യൻ്റെ പ്രകാശം കുറവായിരിക്കും. അപ്പോൾ ഈ സൂര്യപ്രകാശം കുറവുള്ള സമയങ്ങളിൽ ഈ പാനലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ കാര്യമായ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ MPPTയുടെ ആ ഒരു കട്ട് ഓഫ് മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റാർട്ടാവാൻ ഒരുപാട് സമയമെടുക്കുമെന്നും അങ്ങനെ പവർ ലോസ് ഉണ്ടാകുമെന്നും ഒരു വാദം വന്നിരുന്നു. അതേപോലെ തന്നെ രണ്ടാമത് ഒരു ആർഗ്യുമെൻറ്റും കൂടെ വന്നിരുന്നു. ബാറ്ററി വോൾട്ടേജിൻ്റെ ഡബിൾ വോൾട്ടേജ് എങ്കിലും നമുക്ക് പാനലിന് കിട്ടിയാൽ മാത്രമേ പീക്ക് എഫിഷ്യൻസിയിൽ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നായിരുന്നു രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ഈ 2 ആർഗ്യുമെൻറ്റുകളെയും വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇൻ്റർനെറ്റിൽ അവൈലബിൾ അല്ല. ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് 2 രീതിയിലുള്ള കണക്ഷൻ കൊടുത്തതിന് ശേഷം ഓരോ ദിവസവും എത്രയുണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, എപ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തു എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാണിക്കുന്ന എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോയോ ഒരു ഡേറ്റയോ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം കറക്റ്റാണെന്ന് നമുക്ക് പറയാനും സാധിക്കത്തില്ല. എന്നിരുന്നാലും നമുക്കൊരു വേസ്റ്റ് കേസ് സിനാരിയോ കൺസിഡർ ചെയ്യാം. ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റുകളെല്ലാം 100% കറക്റ്റാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സാധാരണഗതിയിൽ 45 വോൾട്ട് OCV ഉള്ള അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഉള്ള ഒരു പാനൽ നമ്മൾ MPPTയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ പീക്ക് ടൈമിൽ അല്ലാതെ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് MPPTയിൽ ഒരു 39 വോൾട്ട് അല്ലെങ്കിൽ 40 വോൾട്ട് വരെയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി ഒരു 5 to 6 വോൾട്ട് അവിടെ കട്ട് ഓഫ് ആയി പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനി പീക്ക് ടൈം അല്ല, ഇനി വളരെ വെളിച്ചം കുറവുള്ള സമയമാണ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആണ് അല്ലെങ്കിൽ മഴയുള്ള സമയമാണ്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 30 വോൾട്ട് 32 വോൾട്ടൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത്. സോ 2 ബാറ്ററി ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ നോമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 24 വോൾട്ടായിരിക്കും അല്ലേ. പക്ഷേ ഫുൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 14.5 വോൾട്ട് വീതമായിരിക്കും 2 ബാറ്ററികളുടെയും ഒരു ടോപ്പ് അല്ലെങ്കിൽ ഫൈനൽ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 29 വോൾട്ടേജ് ആയിരിക്കും ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത്രയും വോൾട്ടേജിലേക്ക് ആ സിസ്റ്റത്തെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 30 വോൾട്ടേജ് എങ്കിലും അവിടെ ചാർജ് ചെയ്യാൻ കൊടുക്കേണ്ടതുണ്ട്. ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാനലുകൾ പാരലൽ കണക്ഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ മഴക്കാലത്തോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ടൈമിലോ ഈ പാനലുകളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് MPPTയിൽ വരുമ്പോൾ ഏകദേശം 30 ആയിട്ട് കുറയുന്നതായിരിക്കും. അല്ലെങ്കിൽ കഷ്ടിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിൻ്റെ ആ ഒരു ലെവലിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആർഗ്യുമെൻറ്റുകൾക്ക് ഒരു പ്രസക്തി അവിടെ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻറ്റുകൾക്ക് ഒരു വാലിഡിറ്റി അവിടെ ഉണ്ടാവുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ ബാറ്ററികൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസിലാണ്. ഈ സീരീസിൽ കണക്ട് ചെയ്യുന്നതിന് പകരം പാരലൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ നോമിനൽ വോൾട്ടേജ് 12 ആയിട്ട് കുറയ്ക്കാവുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ചാർജ് വോൾട്ടേജ് എന്ന് പറയുന്നത് 14.5 അല്ലെങ്കിൽ 15 വോൾട്ട് കൊടുത്താൽ മതിയാകുന്നതായിരിക്കും. അതായത് പാനലുകൾ പാരലൽ കണക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ബാറ്ററിയും കൂടി പാരലായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള എനർജി ഇൻഎഫിഷ്യൻസി ഇവിടെ ഉണ്ടാകുകയില്ല എന്ന് തന്നെ. അതോടൊപ്പം തന്നെ ബാറ്ററികൾ പാരലൽ കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററികളുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടി കുറയുകയാണ്. അപ്പോൾ സർക്യൂട്ട് കുറേ കൂടി റെസിസ്റ്റൻസ് ഫ്രീ ആയിട്ടുള്ള സർക്യൂട്ട് ആവുകയാണ്. സോ അവിടെ കറണ്ടിൻ്റെ ഫ്ലോ വീണ്ടും കൂടുകയാണ്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കറണ്ടിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സോളാർ പാനലിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ വീണ്ടും ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിയറിറ്റിക്കലി സ്പീക്കിംഗ് ഇങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ പ്രാക്ടിക്കലി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും ഒരു മറുപുറം ഉണ്ടല്ലേ എന്ന് പറയുന്ന പോലെ ഈ സംവിധാനത്തിനും ഒരു അതർ സൈഡുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ബാറ്ററി പാരലൽ കണക്ട് ചെയ്യുമ്പോൾ കഴിവതും പുതിയ ബാറ്ററികൾ, ഒരേ കപ്പാസിറ്റി ഉള്ള ബാറ്ററികൾ തന്നെ, അതായത് 150 ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ മറ്റേ ബാറ്ററിയും അതേ കപ്പാസിറ്റി ഉള്ള ബാറ്ററി തന്നെ ആയിരിക്കണം. അതേപോലെ 2 ബാറ്ററി ഒരേ ടൈമിൽ വാങ്ങിച്ചതായിരിക്കണം. പഴയ ബാറ്ററി പുതിയ ബാറ്ററി നമ്മൾ ഒരു കാരണവശാലും മിക്സ് ചെയ്യാൻ പാടില്ല. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം പറയാനുള്ളത്, 12 വോൾട്ട് സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ MPPT 12-24 കൺവേർട്ടബിൾ MPPTയും അതേപോലെ ഇൻവെർട്ടർ 12 വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടറും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിത് എടുത്തു പറയാൻ കാരണം 2000 വോൾട്ട് ആമ്പിയർ അല്ലെങ്കിൽ 2 kVക്ക് മുകളിലുള്ള ഇൻവെർട്ടറുകളെല്ലാം തന്നെ 24 വോൾട്ട് സിസ്റ്റമാണ്.
അപ്പോൾ ആ സിസ്റ്റത്തിൽ നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചുകൂടി ചെറിയ സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് വരാൻ സാധ്യതയുള്ളത്, നമ്മൾ KCBയിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ മെയിൻസ് ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് ബാറ്ററി ചാർജ് ചെയ്യുകയാണെങ്കിൽ പല ഇൻവെർട്ടറുകളുടെയും ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 15 ആമ്പിയർ അല്ലെങ്കിൽ 20 ആമ്പിയറിനുള്ളിലായിരിക്കും. 15 ആമ്പിയർ ആണെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് പകുതിയായിട്ട് ഡിവൈഡായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് 15 ആമ്പിയർ കൊടുക്കുന്ന സ്ഥാനത്ത് ഒരു ബാറ്ററിക്ക് 7.5 ആമ്പിയർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി റീസ്റ്റോർ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നേക്കാം എന്ന ഒരു ആർഗ്യുമെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത് KCB വഴി മാത്രമല്ലല്ലോ, സോളാറിൽ നിന്നും കൂടെ ചാർജ് ചെയ്യുന്നുണ്ടല്ലോ. 3 പാനലുകൾ പാരലൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 30 ആമ്പിയർ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി 2 പാനലേ ഉള്ളൂ എങ്കിൽ പോലും 20 ആമ്പിയർ ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും അല്ലേ. മാത്രമല്ല ബാറ്ററി വോൾട്ടേജിന് ഡബിൾ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ കറണ്ട് വീണ്ടും അതിൻ്റെ ഇരട്ടിയാകുന്നതായിരിക്കും അല്ലേ. അങ്ങനെ വരുമ്പോൾ ഏകദേശം 40 ആമ്പിയർ കറണ്ടായിരിക്കും MPPTയുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് തന്നെ. അതിന് സ്പ്ലിറ്റ് ചെയ്താൽ പോലും 20 ആമ്പിയർ വീതം ഓരോ ബാറ്ററിക്കും ലഭിക്കുന്നതായിരിക്കും. അത്രയും ആമ്പിയറേജ് ഒന്നും ഒരു ബാറ്ററിക്കും ആവശ്യമില്ല. നോർമലി ഒരു 10 ആമ്പിയറൊക്കെ തന്നെ സഫീഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി പാരലൽ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ആർഗ്യുമെൻറ്റിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.